ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും വിനീതമായ നമസ്തേ. ഈ ആഴ്ച നമുക്ക് ഒരു കഥ കേട്ടുകൊണ്ട് തുടങ്ങാം. സത്യസന്ധനും ധർമ്മിഷ്ഠനും കൃത്യനിഷ്ഠയും വിശ്വസ്തനുമായ ഒരു മരപ്പണിക്കാരനായിരുന്നു രമണൻ ആശാരി. രമണൻ പണി പഠിച്ച കാലം മുതൽ വീടുകൾ വച്ച് നൽകുന്ന ഒരു കോൺട്രാക്ടറിൻ്റെ കീഴിലാണ് ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ രമണന് പ്രായമായി. രമണൻ തൻ്റെ ജോലിയിൽ നിന്നും വിരമിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. ഈ വിവരം ഒരു ദിവസം അദ്ദേഹം രമണൻ്റെ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, കഴിഞ്ഞ 40 വർഷമായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു. കുട്ടികളെയെല്ലാം അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മൾ പ്രാപ്തരാക്കി. ഇനി നമുക്ക് കുറേ തീർത്ഥാടനങ്ങൾ നടത്തണം, കുറച്ച് ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആട്ടെ, ഈ വിവരം കോൺട്രാക്ടർ സാറിനെ അറിയിച്ചായിരുന്നു. രമണൻ പറഞ്ഞു, ഇല്ല, അടുത്ത ആഴ്ച അവരുടെ വിവാഹ വാർഷികത്തിൻ്റെ പാർട്ടി ഉണ്ടാവും. അതിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഈ വിഷയം അവതരിപ്പിക്കുവാനാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ പാർട്ടി ഉണ്ടായി. ദമ്പതികളെ അനുമോദിക്കുവാനായി രമണന് അവസരം കിട്ടി. അതിൻ്റെ ഒപ്പം തന്നെ രമണൻ ജോലിയിൽ നിന്ന് വിരമിക്കാനുള്ള തൻ്റെ ആഗ്രഹം അവിടെ എല്ലാവരുടെയും മുന്നിലായി പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ കൂടിയവർക്കെല്ലാം നന്ദി അറിയിക്കുന്ന അവസരത്തിൽ കോൺട്രാക്ടർ പറഞ്ഞു, രമണൻ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പേ വിരമിക്കൽ കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് തന്നെ രമണന് വിരമിക്കാമായിരുന്നു. ഞാൻ പുതിയൊരു വീടിൻ്റെ കോൺട്രാക്റ്റും കൂടെ എടുത്തിരിക്കുകയാണ്. ആ വീട് പൂർത്തിയാക്കുവാൻ കേവലം 8 മാസം എടുക്കുമായിരിക്കും. അതിൻ്റെ മരപ്പണിയെല്ലാം രമണൻ തന്നെ ചെയ്യണം. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും രമണൻ വിചാരിച്ചു, ഇതെൻ്റെ അവസാനത്തെ വീട് പണി ആയിക്കോട്ടെ, ഞാൻ ചെയ്യാമെന്ന് ഏൽക്കുകയും ചെയ്തു. അങ്ങനെ വീടിൻ്റെ പണി ആരംഭിച്ചു. രമണൻ അപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് മൂഡിൽ ആയി കഴിഞ്ഞിരുന്നു. രമണൻ ആ വീട്ടിലേക്ക് ആവശ്യമായ തടി വാങ്ങിക്കുന്നതിനോ മറ്റ് ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിലോ ഒന്നും മറ്റും അതീവ ശ്രദ്ധ ഒന്നും ചെലുത്തിയില്ല. മാത്രമല്ല, എത്രയും പെട്ടെന്ന് പണി തീർത്ത് അവധിക്ക് പോകണം എന്ന ആഗ്രഹം മാത്രമായിരുന്നു അയാളുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും സമയമൊന്നും നോക്കിയില്ല, അയാൾ കൂടുതൽ സമയമെടുത്ത് ആ വീട് പണി ചെയ്തു. അങ്ങനെ വിചാരിക്കുന്നതിൽ നിന്നും നേരത്തെ 5 മാസമൊക്കെ ആയപ്പോൾ വീടിൻ്റെ പണി പൂർത്തിയായി. മിനുക്ക് പണികൾ മാത്രം അവശേഷിക്കുമ്പോൾ കോൺട്രാക്ടർ ആ വീട് കാണുവാനായി വന്നു. കോൺട്രാക്ടർ എല്ലാം കണ്ടു. കോൺട്രാക്ടറിന് മനസ്സിലായി, രമണൻ മുൻപ് ചെയ്ത വീട്ടുപണികളുടെയൊന്നും അത്രയും മനസ്സ് ഈ പണിയിൽ കാണിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. കോൺട്രാക്ടർ രമണനോട് ചോദിച്ചു, ഈ വീട് ആർക്ക് പണിയുകയാണെന്ന് രമണൻ അറിയാമോ? രമണനൊന്നും മിണ്ടിയില്ല. രമണൻ തൻ്റെ ജോലിയിൽ നീതി പുലർത്തിയതായിട്ട് തോന്നുന്നുണ്ടോ? രമണൻ അപ്പോഴും പറഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് അവധിയിൽ പോകണം, ഞാൻ ഇത്രയും നാൾ കഠിനാധ്വാനം ചെയ്തു എന്നും മറുപടി പറഞ്ഞു. ശരി, ഇത് നിങ്ങളുടെ അവസാനത്തെ വീട് പണിയല്ലേ, ഇതിൻ്റെ താക്കോൽദാനം വരുന്ന തിങ്കളാഴ്ച നടത്താം. നിങ്ങൾ കുടുംബസമേതം എല്ലാവരും ആ താക്കോൽദാന ചടങ്ങിന് വരണം. രമണൻ സമ്മതിച്ചു. അങ്ങനെ തിങ്കളാഴ്ചയായി രമണൻ സകുടുംബം പുതിയ വീട്ടിലെത്തി. അവിടെ പാല് കാച്ചിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ടായിരുന്നു. പൂർണ്ണകുംഭവും പാല് നിറച്ച കുടവും എല്ലാം വെച്ച് പൂജ ചെയ്യുന്നുണ്ടായിരുന്നു. പൂജ കഴിഞ്ഞപ്പോൾ കോൺട്രാക്ടർ രമണനോട് ആ പൂർണ്ണകുംഭം എടുക്കുവാനായി പറഞ്ഞു. അതിനുശേഷം ആ പാൽ നിറച്ച പാൽക്കുടമെടുത്ത് രമണൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ ചെയ്ത ഓരോ സാധനങ്ങളും യഥാക്രമം മക്കൾക്കും മരുമക്കൾക്കും എല്ലാം കൊടുത്തിട്ട് താക്കോൽ കൂട്ടമെടുത്ത് രമണന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് രമണൻ്റെ വീടാണ്. കഴിഞ്ഞ 40 വർഷമായി
രമണൻ എന്നോടൊപ്പം ജോലി ചെയ്യുന്നു. പല പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളുമൊക്കെ രമണന് കിട്ടിയിട്ടും രമണൻ എൻ്റെ കമ്പനിയിൽ നിന്നും പോയില്ല. രമണൻ്റെ തടിപ്പണിയിലുള്ള നൈപുണ്യം മാത്രം കൊണ്ട് എനിക്ക് എത്രയോ വീടുകൾ പണിയാനുള്ള ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വിരമിക്കുന്ന രമണന് എൻ്റേതായിട്ട് ഒരു ചെറിയ സ്നേഹസമ്മാനമാണ് ഈ പുതിയ വീട്. അവിടെ നിന്നവർക്ക് എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ പൂർണ്ണകുംഭവുമായി വീടിനകത്തേക്ക് കയറിയ രമണന് മനസ്സിൽ സങ്കടം തോന്നി. അയ്യോ, ഇത് എൻ്റെ വീടായിരുന്നു എന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ സകല വൈഭവവും കഴിവുകളും ഇതിൻ്റെ മരപ്പണിയിൽ ഞാൻ കാണിച്ചേനെ. എനിക്ക് തന്നെ അറിയാം, ഇതിൻ്റെ സുരക്ഷിതത്വത്തിൽ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഞാൻ ചെയ്ത ചില പണികൾ എൻ്റെ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ തന്നെ ഇഷ്ടപ്പെടുമെന്നും തോന്നുന്നില്ല. രമണൻ അങ്ങനെ വിഷമിച്ചു. നമ്മളും രമണനെ പോലെയാണ്. ഓരോ ദിവസവും നമ്മളുടെ ഏറ്റവും നല്ല കഴിവും പ്രാപ്തിയും പുറത്തെടുക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ദൈവം നമുക്ക് ഓരോ പുലരിയും തരുന്നത്. നമ്മൾ ജോലിയിലായിരുന്നാലും വ്യക്തിബന്ധത്തിലായിരുന്നാലും കുടുംബ ബന്ധത്തിലായിരുന്നാലും സുഹൃത്ത് ബന്ധത്തിലായിരുന്നാലും നമ്മൾ ആ അവസരങ്ങൾ നമ്മളുടെ ഏറ്റവും നല്ലത് പുറത്തെടുക്കാതെ വെറുതെ സമയം പാഴാക്കി കളയും. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് മനസ്സിൽ വിചാരിക്കും, ഞാൻ അന്ന് കുറച്ചുകൂടെ നന്നായി ചെയ്തിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ നന്നായിരുന്നേനെ, ഈ ബന്ധങ്ങൾ നന്നായി പോയേനെ, ഞാനങ്ങനെ പറയരുതായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ശ്രമം ഇതിൽ കാണിക്കണമായിരുന്നു, എന്നാൽ അത് ഇപ്പോഴും നിലനിന്നേനെ എന്നെല്ലാം പിന്നെ നമ്മൾ ജീവിതത്തിൽ ആലോചിച്ച് ദുഃഖിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾക്കുള്ളത് നമ്മളുടെ ഏറ്റവും നല്ലത് പുറത്തെടുക്കുവാനാണ് എന്നതാണ് ഈ കഥ നമുക്ക് തരുന്ന സന്ദേശം. മറ്റൊരു കഥയുമായി വീണ്ടും നിങ്ങളെ കാണുന്നതുവരെ ഞാൻ രാകേഷ് ചീമര വിടവാങ്ങും. സ്വസ്തി പ്രജ്ഞാഭ്യ പരിപാലയാന്താം ന്യായേണ മാർഗേണ മഹിം കുബ്രഹ്മണേഭ്യോ സുഖമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.